മാസപ്പടിക്ക് പുറമെ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് 77 ലക്ഷം രൂപ വായ്പ നൽകി. ഈടില്ലാതെയാണ് 77.58 ലക്ഷം രൂപ വായ്പ നൽകിയത്. CMRL ഉടമകൾ ഡയറക്ടർമാരായ നോൺ ബാങ്കിംഗ് സ്ഥാപനം വഴിയാണ് വായ്പ നൽകിയത്. വായ്പ നൽകിയത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തെ സമീപിച്ചു. രേഖകൾ ജനം ടിവിക്ക്. മാസപ്പടിക്ക് പുറമെ CMRL കമ്പനി ഉടമകൾ ഡയറക്ടർമാരായ ബാങ്കിംഗ് ഇതര സ്ഥാപനം വീണ വിജയന്റെ എക്സലോജിക് കമ്പനിക്ക് 77 ലക്ഷം രൂപ കടം നൽകിയെന്നത് സംബന്ധിച്ച തെളിവുകളാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പുറത്തുവിട്ടത്. 77 ലക്ഷം രൂപ വീണ വിജയന്റെ കമ്പനിക്ക് കടം നൽകിയതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് ഷോൺ ജോർജ് പരാതി നൽകി. വീണയ്ക്കുൾപ്പെടെ മാസപ്പടി നൽകിയ കൊച്ചിയിലെ CMRL കമ്പനി ഉടമകൾ ഡയറക്ടർമാരായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വഴിയാണ് എക്സലോജിക്കിന് കടം നൽകിയിട്ടുള്ളത്. വീണയ്ക്കും കമ്പനിക്കും മാസപ്പടി ഇനത്തിൽ കിട്ടിയ തുകയ്ക്ക് പുറമെയാണിത്. ഈടില്ലാത്ത വായ്പയായിട്ടാണ് 77 ലക്ഷം രൂപ വീണ വിജയന്റെ കമ്പനിക്ക് കരിമണൽ കമ്പനി ഉടമകൾ കൈമാറിയിട്ടുള്ളത്. അതിനിടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെടെയുള്ളവർ മാസപ്പടി വാങ്ങിയ സംഭവത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിനെതിരെയും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജി കൂടി നൽകിയിട്ടുണ്ട്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാനാണെന്നാണ് ആരോപണം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ സംഭവം അന്വേഷിക്കണം. നിലവിലുള്ള അന്വേഷണം റദ്ദാക്കണമെന്നും ഉപഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. കമ്പനി നിയമത്തിനുള്ളിൽ നിന്ന് മാത്രമേ അന്വേഷിക്കാൻ ROC ഉന്നതതല വൃത്തങ്ങൾക്ക് കഴിയുകയുള്ളൂ. CBI, ED എന്നിവയ്ക്കും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിൽ കേസെടുക്കാനാകില്ലെന്നും ഉപഹർജിയിൽ പറയുന്നുണ്ട്. മാസപ്പടി വാങ്ങിക്കൊണ്ട് രാഷ്ട്രീയ നേതാക്കളും കമ്പനിയും ചേർന്ന് അഴിമതി നടത്തിയിട്ടുണ്ടെന്നും കേരള തീരത്തെ അനധികൃത മൈനിങ്ങിനായി വൻതുക കോഴയായി ചെലവഴിച്ചിട്ടുണ്ടെന്നും ഇത് പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കിയതായും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഷോണിന്റെ ആദ്യ ഹർജി. ഈ ഹർജിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം സംബന്ധിച്ചുള്ള ഉത്തരവിന്റെ പകർപ്പ് ഹൈക്കോടതി നിലവിൽ തേടിയിരിക്കുകയാണ്. ജനം, കൊച്ചി.